നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് റാപ്പ് മ്യൂസിക്കും ക്രിസ്ത്യാനിയും എന്നുള്ളതായ ഒരു വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിത് വേദപുസ്തകം പഠിക്കുമ്പോൾ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വേദപുസ്തകം നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. മനോഹരമായ ഗാനങ്ങൾ ആരാധനയിൽ വളരെ പ്രാമുഖ്യം അർഹിക്കുന്നതായ ഒരു കാര്യമാണ്. ആരാധന പാട്ടുകൾ, മനോഹരമായ പാട്ടുകൾ പാടി വാദ്യവൃന്ദത്തിൻ്റെ അകമ്പടിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്ന ചിത്രം പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സംഗീതം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്ന ഒന്നും തന്നെ തെറ്റല്ല, അത് ദൈവികമാണ്. അപ്പോൾ മനുഷ്യന് ഈ ഒരു കല, പാട്ടുകൾ പാടുക, വാദ്യോപകരണം ഉപയോഗിക്കുക എന്നുള്ളതായ ഈ കഴിവ് കൊടുത്തത് ദൈവമാണ് എന്നുള്ള വസ്തുത നമ്മൾ ആദ്യം തന്നെ മറന്നു പോകരുത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നതായ പ്രത്യേക സംഗീതത്തിൻ്റെതായ ഒരു വിഭാഗം 1970കളിലാണ് ഇത് ഏകദേശം മെയിനായിട്ട് സ്റ്റാർട്ട് ആകുവാനായിട്ടിടയായിത്തീർന്നു, അല്ലെങ്കിൽ പബ്ലിക് ഇതിനെക്കുറിച്ച് അവെയർ ആകുവാനിടയായിത്തീർന്നു. പ്രത്യേകിച്ച് ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലാണ് ഇങ്ങനെ ഒരു സംഗീത ശാഖ ഉടലെടുക്കുവാനായിട്ടിടയായിത്തീർന്നത്. വളരെ നല്ല ഹൃദയത്തിൽ, അല്ലെങ്കിൽ പോയറ്റിക്കൽ ലാംഗ്വേജിൽ, ഒരു വാക്കുകളുടേതായ വ്യക്തമായ അടുക്കിൽ, ഒരു വേർഡ് പ്ലേയിലാണ് ഈ ഒരു റാപ്പ് മ്യൂസിക്കിൻ്റെ സംഗീതം അവർ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് പക്ഷേ പല ക്രിസ്ത്യാനികളും റാപ്പ് മ്യൂസിക് നമ്മൾ ഉപയോഗിക്കരുത്, അത് പാപമാണെന്നുള്ള ഒരു കാര്യം അവർ പറയുവാനായിട്ടുള്ള മെയിൻ കാരണം എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് ഈ റാപ്പ് മ്യൂസിക് മെയിനായിട്ട് പോപ്പുലർ ആകുവാനായിട്ട് ഇടയായ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹോളിവുഡ് അല്ലെങ്കിൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവരുടെ ഇടയിലാണ് ഇത് പെട്ടെന്ന് പോപ്പുലർ ആകുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവത്തിൻ്റെ ജനവും എന്ത് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, റാപ്പ് മ്യൂസിക് ഉപയോഗിക്കരുത്. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ റാപ്പ് മ്യൂസിക്കിന് അതിൻ്റേതായ പല പ്രോബ്ലംസും ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകൾ, സെനൻസുകൾ, ഇതൊക്കെയും വേദപുസ്തകത്തിനെതിരാണ്, എൻ്റെ അടിസ്ഥാനപരമായ വേദപുസ്തക ടീച്ചിങ്സിനെതിരായിട്ട് ഉള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഇത് സ്റ്റാർട്ട് ചെയ്തത് സെക്കുലർ ഫീൽഡിലുള്ളതായ രക്ഷിക്കപ്പെടാത്ത ആൾക്കാരാണ്. ഇത് ഈ ഒരു മ്യൂസിക് ശാഖ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെതായ ഈ വിഭാഗം അവർ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ട്യൂണ് റാപ്പ് മ്യൂസിക്കിൻ്റെതായ ശൈലി അതിൽ തന്നെ പാപമല്ല, എന്നാൽ അത് വേദപുസ്തകത്തിന് വിപരീതമായിട്ട് അത് ഉപയോഗിക്കപ്പെടുമ്പോഴാണ് അത് പാപമായി തീരുന്നത്. ഈ അടുത്ത നാളുകളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. വേടൻ എന്ന് പറയുന്നതായ ആ ഒരു വ്യക്തി മലയാളത്തിൽ റാപ്പ് മ്യൂസിക്കിൻ്റെതായ മെത്തേഡ് ഉപയോഗിച്ച് സാമൂഹിക തിന്മകൾക്കെതിരായിട്ട് അദ്ദേഹം പാട്ടുകൾ സ്റ്റേജുകളിൽ പാടി അവതരിപ്പിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഒരു പോലീസ് കേസിൽ അകപ്പെടുത്തുവാനിടയായിത്തീർന്നതിൻ്റെ ഫലമായിട്ട് അത് ഒത്തിരി ഇഷ്യൂ സമൂഹത്തിലുണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ആ കാര്യങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ വേടൻ എന്ന് പറയുന്നതായ വ്യക്തിയുടെ മ്യൂസിക് നമ്മൾ പരിശോധിക്കുമ്പോൾ, പാട്ടുകളുടെ ശൈലി പരിശോധിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആദ്യം തന്നെ അതിൻ്റെ 2-3 അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, അഭിനന്ദിക്കേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് ആദ്യമേ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടിൽ കൂടെ അദ്ദേഹം ഒന്നാമതായിട്ട് സാമൂഹിക തിന്മകൾക്കെതിരായിട്ട് വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അത് വളരെ അഭിനന്ദനം അർഹിക്കേണ്ടതായ ഒരു കാര്യമാണ്. ധൈര്യത്തോടുകൂടി ആ ചെറുപ്പക്കാരൻ സമൂഹത്തിലെ തിന്മകളെ കവിതയിൽ കൂടെ അല്ലെങ്കിൽ റാപ്പ് മ്യൂസിക്കിൽ കൂടെ, മലയാളം റാപ്പ് മ്യൂസിക്കിൽ കൂടെ അദ്ദേഹം അത് ജനത്തെ വിളിച്ച് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റത്തിനെതിരായിട്ട് ശക്തമായി അദ്ദേഹം വാളങ്ങുന്നതായ ഒരു ചിത്രം ആ മ്യൂസിക്കിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അഴിമതി, അക്രമം, വയലൻസ്, മനുഷ്യൻ്റെ നിസ്സഹായത, ഇതൊക്കെയും അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ കൂടെ അദ്ദേഹം സമൂഹത്തിന് മുമ്പിൽ വരച്ചു കാട്ടുന്നു. ഇതൊക്കെയും അഭിനന്ദനം അർഹിക്കേണ്ടതായ കാര്യമാണ്. കാരണം തെറ്റിനെതിരായിട്ട് ആ ഒരു കലയിൽ കൂടെ അദ്ദേഹം പ്രതികരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സമൂഹത്തിലെ എക്സ്പ്ലോയിറ്റേഷൻ, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ട് അദ്ദേഹം പേരുള്ള ചിത്രം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അതേ സമയത്ത് അതിൻ്റേതായ ചില നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ റാപ്പ് മ്യൂസിക് ആണെങ്കിൽ കൂടെ അദ്ദേഹം
മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം മദ്യവും മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതൊരു വലിയൊരു സീരിയസ് ആയ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ മദ്യവും മയക്കുമരുന്നിനും എതിരായിട്ട് മദ്യം ഉപയോഗിക്കുന്നവർക്ക് പ്രതികരിക്കത്തില്ലയോ എന്ന് ചോദിക്കാം. പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് വരുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്കം വരുന്നത് കൂടി വരുന്നവരും മദ്യത്തിലും മയക്കുമരുന്നിലോട്ടും വീഴുവാനായിട്ട് ഇടയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു വലിയൊരു പ്രോബ്ലമാണ്. രണ്ടാമതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അന്ന് ആ മീറ്റിങ്ങുകളൊക്കെ കൂടി വരുന്ന അനേകായിരം ജനങ്ങളിൽ നല്ല ബഹുഭൂരിപക്ഷം ആൾക്കാരും മദ്യം ഉപയോഗിച്ചിട്ടാണ് ആ പാട്ടുകളിൽ കടന്നു വരുന്നത്. പിന്നീട് ആ പാട്ടിനനുസരിച്ച് അവർ ആ പാട്ടിൻ്റെ ആ പ്രധാനമായിട്ട് അർത്ഥം മനസ്സിലാക്കി ആണോ അവിടെ എൻജോയ് ചെയ്യുന്നത്, അതോ ജസ്റ്റ് ഇമോഷണലായിട്ടുള്ളതായ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയാണോ അവർ കടന്നു വരുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറൊരു കാര്യം കൂടെ നമ്മൾ അതിനെക്കുറിച്ച് നോട്ട് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള മീറ്റിങ്ങിൽ കടന്ന് വന്നതിന് ശേഷം ഞാൻ മദ്യപാനം ഉപേക്ഷിച്ചു, മയക്കുമരുന്ന് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ അക്രമം ഉപേക്ഷിച്ചു എന്ന് ഉള്ളതായ ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് മണി ആരിൽ നിന്നും നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല. എന്ന് പറയുമ്പോൾ ആ മീറ്റിങ്ങുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടൊക്കെ പ്രവർത്തിക്കുക എന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളതായ തെറ്റായ പ്രവണതകൾ ആരും വിട്ടുതിരിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അതിൻ്റെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള രണ്ട് വശങ്ങളെക്കുറിച്ചാണ് ആ ക്രിസ്തീയ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു എന്തുകൊണ്ട് പക്ഷേ അനേക ക്രിസ്ത്യാനികൾ ആ മീറ്റിങ്ങുകളിലൊക്കെയും കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. മദ്യപിക്കുന്നവരുടെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും കൂടെ നിന്നുകൊണ്ട് അവരും ഡാൻസ് ചെയ്യുകയാണ്. അപ്പോൾ എവിടെയാണ് സഭയ്ക്ക് പരാജയം സംഭവിച്ചു പോയിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ സഭകളിൽ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഉയർത്തുന്നതായ ചില മൂല്യങ്ങൾ സഭ ഉയർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളതായ മൂല്യങ്ങളിലോട്ട് നമ്മുടെ യൗവനക്കാർ കടന്നു പോകുന്നത്. മദ്യപാനത്തിനെതിരായിട്ട് സഭയിൽ ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ, ശക്തമായ പഠിപ്പീരുകൾ സഭയിൽ ഉണ്ടാകുന്നുവെങ്കിൽ, മദ്യപാനത്തിൽ നിരുത്സാഹപ്പെടുത്തുന്നതായ ടീച്ചിങ്ങുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും, ഇങ്ങനെതായ പുതിയതായ വരുന്ന റാപ്പ് മ്യൂസിക്കിൽ കൂടിയുള്ളതായ ഇങ്ങനെയുള്ള തെറ്റിനെതിരെ പ്രതികരിക്കുന്ന പ്രവണതകളിലോട്ട് നമ്മുടെ സഭയിലെ ജനങ്ങൾ കടന്നുപോയി അവിടെ എൻജോയ് ചെയ്യത്തില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കണം ജാതി വ്യവസ്ഥയെക്കുറിച്ച് നമ്മുടെ സഭകളിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് പഠിപ്പിക്കണം. മനുഷ്യനായി ഉൾക്കൊള്ളുവാനായിട്ട് സഭകളിൽ പഠിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ തലമുറകൾ, നമ്മുടെ ഇന്നത്തെ തലമുറകൾ ഇങ്ങനെയുള്ളതായ പുതിയ ടീച്ചിങ്സിലോട്ട് ആകർഷകരായി അവരുടെ ജീവിതം നശിക്കുവാനായിട്ട് ഇടയായിത്തീരും. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മൂല്യങ്ങൾക്ക് അപ്പുറമായിട്ട് ഒരു മൂല്യവും ഇന്ന് ലോകത്താർക്കും മനുഷ്യന് കൊടുക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു ക്രിസ്ത്യാനി, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം ആ മൂല്യങ്ങളിൽ നിലനിൽക്കുവാൻ പരാജയപ്പെടുമ്പോൾ, അങ്ങനെയുള്ളതായ മൂല്യങ്ങളിലോട്ട് മറ്റുള്ളവരെ നയിക്കുവാൻ പരാജയപ്പെടുന്ന ഇടത്ത് മറ്റുള്ളവർ അത് മിസ്യൂസ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചൂഷണത്തിനെതിരായിട്ട്, മദ്യപാനത്തിനെതിരായിട്ട്, മയക്കുമരുന്നിനെതിരായിട്ട്, സാമൂഹിക തിന്മകൾക്കെതിരായിട്ട് സഭ പ്രതികരിക്കണം. അതുമാത്രമല്ല, സഭയിൽ അനേക യൗവനക്കാർ അവരുടേതായ വൈകാരികമായ പ്രകടനത്തിന് സ്വാതന്ത്ര്യങ്ങളുണ്ട്. സഭകൾ ജനത്തിൻ്റെ ഇമോഷണൽ എക്സ്പ്രഷനെ അടിച്ച് ഇരുത്തുന്ന സ്ഥലങ്ങളായിത്തീരുന്നത്. ട്രഡീഷണലായിട്ടുള്ള മ്യൂസിക്കൽ സിസ്റ്റങ്ങളൊക്കെയും പലപ്പോഴും സഭകളിൽ യൂസ് ചെയ്യുമ്പോൾ അതിന് വിപരീതമായിട്ട് വേറൊരു മ്യൂസിക് ശൈലി യൗവനക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെ തെറ്റ് എന്ന് പറഞ്ഞ് അവരെ അടിച്ചിരുത്തുമ്പോൾ പുതിയതായ പ്രവണതകളിലോട്ട് നമ്മുടെ കുട്ടികളൊക്കെയും കടന്നു പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണ് സംഗീതം എന്ന് മനസ്സിലാക്കി കാലത്തിനനുസരിച്ചുള്ള സംഗീതവും താളം, ലയങ്ങൾ, ഇങ്ങനെയുള്ള മ്യൂസിക് സിസ്റ്റങ്ങൾ സഭയിൽ നമ്മൾ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും ശ്രമിക്കണം. ഞാൻ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെയുള്ളതായ മ്യൂസിക്കുകൾ, താളങ്ങൾ, ലയങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ പാപം ചെയ്തുകൊണ്ടല്ല നമ്മൾ സഭയിൽ ഉപയോഗിക്കുന്നത്. ആ ദൈവികമായ കലയെ കലയായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസഭയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ യൗവനക്കാർക്ക്
വൈകാരികമായിട്ട് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അതിൽ കൂടെ മറ്റുള്ളവരെ ദൈവഭാഗത്തോട്ട് നയിക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെയും രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തരണം. രക്ഷിക്കപ്പെട്ട നിങ്ങൾക്കറിയാം യഥാർത്ഥ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണം പാട്ടുകൾ, വൈകാരികമായ പ്രകടനങ്ങളല്ല. ക്രിസ്തു യേശുവാണ്. ക്രിസ്തു യേശുവിൽ കൂടെ മാത്രമേ യഥാർത്ഥ സമാധാനവും സന്തോഷവും ഉണ്ടാകുകയുള്ളൂ. ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വ്യാപരിക്കുമ്പോൾ അവനെ മറ്റുള്ളവർ നന്മയിലോട്ട് വഴി നടത്തേണ്ട ആവശ്യമില്ല. അവനിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥ നന്മയിൽ നിലനിൽക്കേണ്ടത് എങ്ങനെയെന്ന് അവനെ പഠിപ്പിച്ച് അതിൽ നിലനിൽക്കുവാനായിട്ട് അവനെ സഹായിക്കും. അപ്പോൾ നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ രക്ഷിക്കപ്പെട്ടവരെന്ന് കരുതുന്നവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനെതിരെ കണ്ണടയ്ക്കുന്നുവെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കും, ഒന്നുമില്ല അദ്ദേഹം പൂർണ്ണമായ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിന് കീഴിലല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളവരെ ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയിലോട്ട് നയിക്കുവാനും അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലോട്ട് നയിക്കുവാനും സഭാ നേതൃത്വത്തിന്, സഭാജനങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ യൗവനക്കാർ ഇതുപോലുള്ളതായ സെക്കുലർ ഫീൽഡിൽ നടക്കുന്ന റാപ്പ് മ്യൂസിക്കുകളിലോട്ടൊക്കെയും കടന്നു ചെല്ലുവാനായിട്ട് ഇടയായിത്തീരണം. ദിവസങ്ങളിൽ സഭയുടേതായ ദൗത്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയും ഈ അധികാലത്ത് സഭയിലെ ജനങ്ങൾ വഴിതെറ്റിപ്പോകാതെ വണ്ണം അവരെ കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ളൊരു വലിയ ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്നാൽ നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ തെറ്റിനെതിരെ പ്രതികരിക്കുന്നവരെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അതോടൊപ്പം തന്നെ തെറ്റിനെതിരെ പ്രതികരിക്കുന്നവർ തെറ്റിൽ ഇൻവോൾവ് ആകുമ്പോൾ അങ്ങനെയുള്ള ദൂഷ്യവശങ്ങൾ കൂടെ നമ്മൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഈ റാപ്പ് മ്യൂസിക്കിലൊക്കെ, അവേഡൻ്റെതായ മ്യൂസിക്കിലൊക്കെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഡ്രസ് പാറ്റേൺസ് അതൊക്കെ പബ്ലിക്കിന് അനുയോജ്യമായിട്ടുള്ളതായ ഡ്രസ് പാറ്റേൺ അല്ല എന്ന് നമുക്ക് എൻ്റെ ഒരു വീക്ഷണത്തിലാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ മ്യൂസിക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇതിൽ അശ്ലീലമായ പദങ്ങൾ, അങ്ങനെയുള്ള പദങ്ങൾ ഒക്കെയും നമ്മുടെ യൗവനക്കാരെ വഴിതെറ്റിക്കും. നന്മയിലോട്ട് നയിക്കുന്നതിന് പകരം അതിൻ്റെ റിസൾട്ട് ഒത്തിരി വളരെ നെഗറ്റീവായി തീരുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനം സംഗീതം ഒരു ദൈവിക കലയെന്ന് മനസ്സിലാക്കി അതിനെ നമ്മളുടെ സഭകളിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ചുള്ളതായ ഒരു സംഗീതാത്മകമായ ആരാധന, വിശുദ്ധിയിലും വേർപാടിലുള്ള ആരാധന നമ്മളുടെ സഭകളിൽ ഉണ്ടാക്കിയെടുക്കുകയും സാമൂഹിക തിന്മകൾക്കെതിരായിട്ട് അങ്ങനെയുള്ളതായ ഈ പാട്ടുകളിൽ കൂടെ പാപത്തിനെതിരായിട്ട് ഉള്ളതായ ചില വരികൾ നമ്മുടെ സംഗീതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കൊടുക്കുന്ന വലിയൊരു ദൂതായിരിക്കും. നമ്മുടേതായ ഒരു വലിയ ദൗത്യത്തിൽ നമുക്ക് പങ്കാളികളായി തീരുവാൻ സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.